അധ്യായം 3. നോയിങ് വേഴ്സസ് തിങ്കിങ്. അറിയലും ചിന്തിക്കലും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നമ്മൾ ധ്യാനത്തിലുള്ള ഏകാഗ്രതയും അതേപോലെ തന്നെ ശ്രദ്ധയെയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിച്ചു. എങ്ങനെയാണ് മനസ്സിനെ ഒറ്റ വസ്തുവിൽ നിർത്തുന്നത്, വർത്തമാനക്ഷണത്തിൽ എങ്ങനെയാണ് മനസ്സിനെ നിർത്തേണ്ടത്, അതിനെങ്ങനെയാണ് മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നിരുന്നു കഴിഞ്ഞാലും ഈ ഏകാഗ്രതയും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കലും ഇത് രണ്ടും പ്രത്യേകിച്ച് നമ്മൾക്ക് മുക്തി തരുന്ന ഗുണങ്ങളല്ല. ഏകാഗ്രമായിരിക്കുന്ന സമയത്ത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അത് സുഖകരവും അതേപോലെ തന്നെ ശാന്തവുമായിട്ടുള്ള അനുഭൂതിയായിരിക്കും. എന്നാൽ അതുകൊണ്ട് മാത്രം വിപശ്യന ധ്യാനത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. കോൺസെൻട്രേഷൻ ആൻഡ് ഇൻസൈറ്റ്, ശ്രദ്ധ കേന്ദ്രീകരിക്കലും അന്തർജ്ഞാനവും. ബുദ്ധൻ ധ്യാന അഭ്യാസത്തിൽ 2 തരത്തിലുള്ള കാര്യങ്ങളെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കാര്യം നമ്മൾ അധ്യായം 1, 2 തുടങ്ങിയവയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ശാന്തിയുടെ ഒരു അടിത്തറ ഉണ്ടാക്കുന്നു, പ്രശാന്തിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കലിൻ്റെ അടിത്തറ നമ്മൾ ഉണ്ടാക്കുന്നു. അടുത്ത തലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ മുക്തമാക്കുന്ന, വളരെ ആഴത്തിൽ മുക്തമാക്കുന്ന പ്രജ്ഞയെ ഉണ്ടാക്കലാണ്. കാര്യങ്ങൾ സത്യത്തിൽ എപ്രകാരമാണോ അതിനെ അപ്രകാരം തന്നെ മനസ്സിലാക്കുന്ന ഗുണം. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഈ ലോകത്തിൽ നമ്മളുടെ പങ്ക് എങ്ങനെയാണ്, ഇതിനെ അറിയുക. ഈ 2 നമ്മൾക്ക് വേണമെങ്കിൽ സമത, വിപശ്യന എന്നും വിളിക്കാം. പലപ്പോഴും ഈ 2 തരത്തിലുള്ള ധ്യാനവും വെവ്വേറെയാണ് എന്ന് പലരും പറയാറുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ധ്യാനവിധികളുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും അജൻചായുടെ പശ്ചിമദേശത്തുള്ള തായ് ഫോറസ്റ്റ് ട്രഡീഷനിൽ ഉള്ള അജാൻ സുമേധോ എന്ന ഭിക്ഷുവും അതേപോലെ തന്നെ അജൻച സ്വയവും ഈ 2 കാര്യങ്ങളെയും ഒരുമിച്ചിട്ടാണ് പറയുന്നത്. സമത, വിപശ്യന, അത് പ്രകൃതിയാ തന്നെ ഒരേ ഒരു കാര്യമാണ്. അതിനെ 2 വെവ്വേറെ കാണേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിനെ 2 ഒരു തലത്തിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ആപ്പിൾ മരത്തിൽ ഉണ്ടാകുന്ന പൂവും അതേപോലെ തന്നെ പഴുത്ത ഒരു ആപ്പിളിനെ നമ്മൾ തിന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭൂതിയും, ഇത് 2 വെവ്വേറെയാണെന്ന് നമ്മൾക്ക് തോന്നാവുന്നതാണ്. ആപ്പിളിൻ്റെ പൂവ് ഒരു തരത്തിലുള്ളതാണ്, അതേപോലെ തന്നെ ആപ്പിൾ വെവ്വേറെയാണെന്ന് നമുക്ക് തോന്നാവുന്നതാണ്. എന്നാൽ ഇത് 2 ഒരേ പ്രക്രിയയുടെ 2 ഭാഗങ്ങളാണ്. ഡെവലപ്പിംഗ് ഇൻസൈറ്റ്, അന്തർജ്ഞാനം വർദ്ധിപ്പിക്കൽ. അന്തർജ്ഞാനം ശാന്തിയുടെ അടിസ്ഥാനത്തിനാണ് നമ്മൾക്ക് വർദ്ധിപ്പിക്കേണ്ടത്. എന്തെന്നാൽ മനസ്സ് ശാന്തവും നേരെയും ആണെങ്കിൽ മാത്രമേ വർത്തമാന ക്ഷണത്തിൽ നമ്മളെ കൊണ്ടുവരാനുള്ള ധ്യാന വസ്തുവിനെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്വാസത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് അറിയുന്ന ആ ആകാശത്തിൽ, അവിടെയാണ് ശ്വാസം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ആ ആകാശത്തെ നമ്മൾ അനുഭവിക്കുന്നു. ധ്യാനത്തെ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ നേരെയായിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിതമാകുന്നു. വെള്ളത്തിൽ നമ്മളുടെ ബോട്ട് വളരെ സ്ഥിരമാണ്. അപ്പോൾ നമ്മൾക്ക് ആ ധ്യാനവസ്തുവിനെ ഉപേക്ഷിക്കാൻ സാധിക്കും. എന്നിട്ട് പ്രകൃതിയാ ഉള്ള പ്രജ്ഞയുടെ അറിയുന്ന ഗുണത്തെ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെ വളരെ ആഴത്തിൽ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. എന്നിട്ട് ആ അനുഭവങ്ങളുടെ പ്രക്രിയയെ നമ്മൾക്ക് സാക്ഷിഭാവത്തിൽ വീക്ഷിക്കാനും സാധിക്കും. സാക്ഷിഭാവത്തിൽ അനുഭവിക്കാനും പഠിക്കാനും നമ്മൾക്ക് സാധിക്കും. ഇത് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഇത് ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധ്യാനവസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ധ്യാനം തുടങ്ങുന്നത്. നമ്മുടെ മനസ്സ് വളരെ വ്യക്തമായിട്ട് ഉറച്ച രീതിയിൽ വർത്തമാനക്ഷണത്ത് പ്രതിഷ്ഠിതമാകുന്ന സമയത്ത് നമ്മൾ ആ ശ്വാസത്തെ ഉപേക്ഷിക്കുന്നു.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധ്യാന വസ്തുവിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിനെ മുഴുവൻ അനുഭവങ്ങളുടെയും ഒഴുക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ ഒഴുക്ക് എന്ന് പറയുന്നത് പക്ഷികളുടെ ചിലയ്ക്കലാകാം, അല്ലെങ്കിൽ കാലിലുള്ള ഒരു സംവേദനയാകാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഓർമ്മയാകാം, അല്ലെങ്കിൽ ധ്യാനത്തിന് ശേഷം കഴിക്കാനുള്ള എന്തെങ്കിലും ഭക്ഷ്യവസ്തു ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിനെ പറ്റിയുള്ള ഓർമ്മയാകാം. പലതരത്തിലുള്ള അലഞ്ഞു തിരിയുന്ന ചിന്തകൾ വരാവുന്നതാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വികാരങ്ങൾ തുടങ്ങിയവയിൽ മനസ്സ് അലഞ്ഞു തിരിയാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മൾ ഈ രീതിയിലുള്ള വിപശ്യന ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആ ചിന്തകൾ എന്തിനെ പറ്റിയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ ചിന്തകൾ എന്തിനെ പറ്റിയാണെങ്കിലും ശരി, നമ്മൾ അനുഭവങ്ങളുടെ ആ പ്രക്രിയയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഏതു തരം പക്ഷിയാണ് ശബ്ദമുണ്ടാക്കുന്നത് എന്ന് അറിയുന്നതിന് പകരം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചെവിയിൽ ശബ്ദം ഉണ്ടായി, അത് ഇല്ലാതായി. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു വിചാരം ഉണ്ടായി, അതേപോലെ തന്നെ അത് ഇല്ലാതായി. അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു സംവേദന ഉണ്ടായി, അതേപോലെ തന്നെ അത് ഇല്ലാതായി. അല്ലെങ്കിൽ കാലിലുള്ള ഒരു സംവേദന ആയിരിക്കും, അത് ഉണ്ടായി, അതേപോലെ തന്നെ ഇല്ലാതായി. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എന്ത് അനുഭവിക്കുന്നുവോ അതിൻ്റെ മാറ്റം, അതിൻ്റെ പ്രകൃതം, അതിൻ്റെ ഗുണത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളുടെ മനസ്സിനെ അത് എന്തിനെ പറ്റിയാണ് എന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുന്നു. നമ്മുടെ മനസ്സിന് ആ വിഷയത്തിൽ എത്ര തന്നെ താല്പര്യം ഉണ്ടായാലും ശരി, ഒരുപക്ഷെ നമ്മൾ ധ്യാനത്തിന് ശേഷം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം അവ. ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ചിന്തകളുടെ ഉള്ളടക്കത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഉദാഹരണമായി, നമ്മളുടെ മുത്തശ്ശി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മയ്ക്ക് നമ്മൾ യാതൊരുവിധ താല്പര്യവും എടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുത്തശ്ശിയെ പറ്റിയിട്ടുള്ള ഓർമ്മ ഉയർന്നു, അത് സ്തുതി ചെയ്യുന്നു, അത് ഇല്ലാതായി. 2-ാം അധ്യായത്തിൽ നമ്മൾ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിന്തയിലുള്ള വിഷയങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് നമ്മൾ മാറി നിന്ന് ഈ കാര്യങ്ങളുടെ പ്രക്രിയയെപ്പറ്റി നമ്മൾ വീക്ഷിക്കുന്നു. എങ്ങനെയാണ് അനുഭവങ്ങൾ വരുന്നത്, പോകുന്നത്, മാറുന്നത്? സ്റ്റഡിയിങ് ദ അവെയർനെസ്, നമ്മളുടെ അറിവിനെ സ്ഥിരമാക്കൽ. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ അറിയൽ അല്ലെങ്കിൽ ആ ജാഗ്രത, അതിൻ്റെ ഗുണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ അറിയലിനെ സ്ഥിരമായിട്ട് നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ആ അറിവ് വളരെ വ്യക്തമാണ്, ധാരാളം ഇടമുള്ളതാണ്. നമ്മളുടെ ചിന്തകളുടെയും സംവേദനകളുടെയും അതിൻ്റെ രീതികളും അതിൻ്റെ ഒഴുക്കിനെ പറ്റിയും നമ്മൾ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഉള്ളിലുള്ള ലോകമായിക്കോട്ടെ, അതേപോലെ തന്നെ വെളിയിലുള്ള ലോകമായിക്കോട്ടെ, നമ്മളുടെ അറിവിൻ്റെ ആ ആകാശത്ത് തന്നെയാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ട്രൂ നേച്ചർ ഓഫ് എക്സ്പീരിയൻസ്, അനുഭവത്തിൻ്റെ സത്യമായിട്ടുള്ള പ്രകൃതം. അനുഭവത്തിൻ്റെ വിഷയങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് നമ്മുടെ മനസ്സിനെ ഹൃദയത്തിലെ ആ ആകാശത്തിൽ എല്ലാം അറിയുന്ന ആ അറിവിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, ചിന്തകളുടെ വിഷയത്തിൽ നമ്മൾക്ക് യാതൊരു വിധ താല്പര്യവും ഇല്ല. നമ്മുടെ ഹൃദയം അറിവാകുന്ന ആ ഗുണത്തിൽ വളരെ ദൃഢമായിട്ട് പ്രതിഷ്ഠിതമാകുന്ന സമയത്ത് നമ്മളുടെ അറിവിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളിനെ ആകർഷിക്കുന്നതാണോ, ദുഃഖകരമാണോ, ഇഷ്ടമുള്ളതാണോ, അനിഷ്ടമുള്ളതാണോ, ഒരേ ചിന്ത തന്നെ മുൻപും ആയിരക്കണക്കിന് തവണ വന്നിരിക്കാം, അതൊന്നും വിഷയമേ അല്ല. നമുക്ക് ആ അറിയുന്ന ഗുണത്തിൻ്റെ ആകാശത്തിൽ വിശ്രമിക്കാൻ സാധിക്കും. എന്നിട്ട് അനുഭവങ്ങളുടെ ആ പ്രക്രിയയെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അനുഭവങ്ങളുടെ പ്രകൃതം എന്ന് പറയുന്നത് മാറ്റമാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാകും, എല്ലാ അനുഭവങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്
അനാത്മകമായിട്ടുള്ള ഗുണമാണ്. അതായത് ഞാനല്ല, എൻ്റെയല്ല. ഉദാഹരണമായിട്ട് ഏതെങ്കിലും അനുഭവത്തിൻ്റെ ഒരു ചിന്ത അത് നമ്മളുടെ ജീവിതത്തിന് മാത്രം ബാധകമാണ്. നമ്മുടെ സ്വന്തം ഓർമ്മ ഉണരുന്നു. അതിനുശേഷം ഒരു പക്ഷിയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാറിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മുടെ മനസ്സിലുള്ള ആ പഴയ ഓർമ്മ അത് നമ്മൾക്ക് മാത്രം ബാധകമാണ്. അത് നമ്മുടെ മാത്രം ഒരു ഭാഗമാണ്, എന്നിലെ ഒരു ഭാഗമാണ്. എന്നാൽ ആ കാറിൻ്റെ ശബ്ദം അത് എൻ്റെയാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. അത് നമ്മളിൽ നിന്ന് പുറത്താണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു. എന്നാൽ നമ്മൾ വളരെ ദൃഢമായിട്ട് ഈ അറിവിൻ്റെ ആകാശത്തിൽ നമ്മളുടെ മനസ്സിനെ പ്രതിഷ്ഠിതമാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ആ ഓർമ്മ, അതേപോലെ തന്നെ ആ കാറിൻ്റെ ശബ്ദം, അത് രണ്ടും ഉയരുന്നു, അതേപോലെ തന്നെ ഇല്ലാതാവുന്നു. അത് രണ്ടും ഒരേ ആകാശത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പ്രജ്ഞ ഉയരുന്നു. നമ്മൾ അനുഭവങ്ങൾക്ക് പേര് കൊടുക്കാറുണ്ട്. ഇത് എൻ്റെയാണ്, എൻ്റെയല്ല, എന്നിൽ നിന്ന് പുറത്താണ്. ഇവയെല്ലാം വെറും അനുഭവങ്ങളുടെ പേരുകൾ മാത്രമാണ്. ആ അനുഭവങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. ആ അനുഭവം ഏത് വിഷയത്തിനെ പറ്റിയാണ് എന്നത് ഗൗനിക്കാതെ നമ്മൾ മാറി നിന്ന് ആ അനുഭവങ്ങളെ നോക്കുകയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളും ഉണരുന്നു, ഇല്ലാതാവുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ ആഴത്തിലുള്ള എന്തെങ്കിലും വികാരങ്ങളാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളാകാം. ഇവയെല്ലാം ഉണരുന്നു, ഇല്ലാതാകുന്നു. അവ എല്ലാം തന്നെ പ്രകൃതിയുടെ പ്രക്രിയകളാണ്. അവ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. ദ ഇംപേഴ്സണൽ നേച്ചർ ഓഫ് എക്സ്പീരിയൻസ്, അനുഭവങ്ങളുടെ അനാത്മകമായിട്ടുള്ള പ്രകൃതം. അതായത് അനുഭവങ്ങൾ ഞാനല്ല, എൻ്റെയല്ല എന്നുള്ള പ്രകൃതം. ഈ ഉള്ളിലുള്ള ജ്ഞാനത്തിൽ നിന്ന് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പ്രജ്ഞ ഉണരുന്നു, ഹൃദയത്തിലെ പ്രജ്ഞ ഉണരുന്നു. ഈ പ്രതിഭാസങ്ങൾ എല്ലാം പ്രകൃതിയുടെ മാതൃകകളാണ്. ഈ അറിവ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും പ്രതിഭാസത്തിന് പേര് കൊടുക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ചില പ്രതിഭാസങ്ങൾ ഞാനാണ്, ചില പ്രതിഭാസങ്ങൾ എൻ്റെയല്ല, ചില പ്രതിഭാസങ്ങൾ ലോകത്തിൻ്റെയാണ്, ചില പ്രതിഭാസങ്ങൾ നമ്മൾക്ക് ഉറപ്പില്ല അത് ഉള്ളിലുള്ളതാണോ അതോ പുറമേയുള്ളതാണോ എന്ന്. അത് എന്താണെന്നും നമ്മൾക്ക് അറിയില്ല. എന്നാൽ ഈ അന്തർജ്ഞാനത്തെ, ഈ പ്രജ്ഞയെ നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, ഹൃദയത്തിലെ പ്രജ്ഞയെ നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും അത് ഉണരുന്നു, ഇല്ലാതാകുന്നു. ഇതാണ് എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉള്ളടക്കം എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളെ തൻ്റേതാണ് എന്ന് കരുതുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണമായിട്ട് നമ്മൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള അനുഭവത്തെ നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. വളരെ വലിയ ഒരു നേട്ടത്തെക്കുറിച്ച് നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. ഈ ക്ഷണങ്ങളെല്ലാം നല്ല ക്ഷണങ്ങളാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. വളരെ ഉത്തമമായിട്ടുള്ള ക്ഷണങ്ങളാണ്. അതേ സമയത്ത് നമ്മൾക്ക് വളരെ ഭയാനകമായിട്ടുള്ള, നമ്മളെ തകർക്കുന്ന അനുഭവങ്ങളെയും ഓർക്കാവുന്നതാണ്. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കെതിരായിരുന്നു. നമ്മളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾക്ക് പരാജയമുണ്ടായി. ഈ ക്ഷണങ്ങളെല്ലാം വളരെ വേദനാജനകമായിട്ടുള്ള ക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ വളരെ ലോകീയമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാറിൻ്റെ ശബ്ദം. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അനുഭവമായാലും, നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഭവമായാലും, ലോകത്തെ പറ്റിയുള്ള അനുഭവമായാലും, നമ്മുടെ ഹൃദയത്തിലും അതേപോലെ തന്നെ മനസ്സിലും ഒരു കാര്യം ഉണരും. ഇത് എൻ്റേതാണ്, ഇത് മറ്റുള്ളവരുടെയാണ്, ഇത് അകത്താണ്, ഇത് പുറത്താണ്. ഇതെല്ലാം നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു പേരുകളാണ്. എന്നാൽ ഇത് മുഴുവൻ പ്രകൃതിയുടെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള
മാതൃകകൾ മാത്രമാണ്. പ്രകൃതിയുടെ ഈ മാതൃകകൾ ഉണരുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാകുന്നു. ഇതെല്ലാം നമ്മുടെ ആ അറിവിൻ്റെ, ആ ജാഗ്രതയുടെ ഗുണം മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു തത്വമല്ല, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു സത്യമല്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ബുദ്ധിസ്റ്റിലെ ധ്യാനം എന്ന് പറയുന്നത് അന്വേഷണത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ പ്രകൃതം നമ്മൾ തന്നെ കാണാൻ തുടങ്ങുന്നു. ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ കൊടുത്തിട്ടുള്ള ധ്യാന നിർദ്ദേശങ്ങൾ ഈ രീതിയിലുള്ള അവലോകനം നടത്താൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ അനാത്മകമായിട്ടുള്ള അറിവിൻ്റെ ഗുണത്തെ അനുഭവിക്കാൻ നമ്മളെ അത് സ്വയം പ്രാപ്തമാക്കുന്നു. ഈ തരത്തിലുള്ള അന്വേഷണം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടുള്ളൊരു കളിയല്ല. നമ്മളുടെ ചിന്തകളെ മറ്റൊരു രീതിയിൽ ക്രമീകരിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ആ അനുഭവങ്ങളെ മറ്റൊരു രീതിയിൽ ക്രമീകരിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മൂലതത്വം എന്തെന്നാൽ ആ അനുഭവങ്ങളുടെ പുനരവലോകനം നമ്മളുടെ അനുഭവങ്ങളെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വർക്കിംഗ് വിത്ത് ദ സെൽഫ്, നമ്മളിൽ ജോലി ചെയ്യുക. അജൻ സുമേധോ വളരെ നല്ല ഒരു ധ്യാനഗുരുവാണ്. ചില സമയത്ത് അദ്ദേഹം തൻ്റെ ഭിക്ഷുക്കളോടും ഭിക്ഷുണികളോടും ഇങ്ങനെ പറയും: ഞാൻ എപ്പോൾ എന്നെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് എനിക്ക് ഡിപ്രഷൻ അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ പ്രകൃതിയായുള്ള പ്രതികരണം ഇങ്ങനെയായിരിക്കും: അജൻ സുമേധോ ഒരു പക്ഷേ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ വിഷാദത്തിൻ്റെ രോഗിയാണ്, അദ്ദേഹത്തിന് വിഷാദത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ധ്യാനം കുറച്ച് സമയത്തേക്ക് അഭ്യസിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മൾ എപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുവോ, നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതത്തെ നോക്കാൻ തുടങ്ങുന്നുവോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്രകാരമാണോ, ഇപ്രകാരം ആകേണ്ടതുണ്ട്, ഇപ്രകാരം ആയിരിക്കേണ്ടതുണ്ട്, ഇപ്രകാരം ആകാമായിരിക്കാം, ഇപ്രകാരം ആകുമായിരിക്കാം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരു വലിഞ്ഞു മുറുകൾ സംഭവിക്കുന്നു. ഞാൻ എന്നതിനു ചുറ്റും ഒരു വലിഞ്ഞു മുറുകൾ ഉണ്ടാകുന്നു. അതിനാൽ നമ്മൾ ഞാൻ എന്ന ആ കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി പ്രകൃതിയെ പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ പ്രകൃതിക്ക് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഗുണമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അതായത് ഞാൻ എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം പ്രകൃതിയെ മുഴുവനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ശാന്തമാക്കുന്ന ഒരു ഗുണമുണ്ട് എന്ന് നമ്മൾ കാണാൻ തുടങ്ങുന്നു. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു ഒട്ടൽ അല്ലെങ്കിൽ ഒരു കട്ടി നമ്മൾക്ക് അനുഭവമാകുന്നു. എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഒരു സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു, ഒരു പദവി കണ്ടെത്താൻ ശ്രമിക്കുന്നു, പണം കണ്ടെത്താനുള്ള ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മളെ ഒരു സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാക്കാനാണ്. എന്നാൽ ധ്യാനം കൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു: ഞാൻ എന്നുള്ള ആ കാര്യം അത് ഒരിക്കലും സ്വതന്ത്രമല്ല. ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വതന്ത്രനാകാൻ കഴിയില്ല. എന്തെന്നാൽ അവിടെ ആ വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ അഹങ്കാരമുണ്ട്. അതാണ് നമ്മളുടെ ജയിൽ. ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈഗോ അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവല്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ട പൈശാചികമായിട്ടുള്ള ഒരു രാക്ഷസനുമല്ല. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിൽ ഇതിന് വളരെ ഉപയോഗമുണ്ട്. ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾക്ക് വ്യക്തിത്വം വളരെ അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഒരു വ്യക്തിത്വം ഇല്ലെങ്കിൽ നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു പോലീസ് പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാങ്കിൽ പോയി ഒരു ചെക്ക് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളോട് അവർ തിരിച്ചറിയൽ രേഖ തരാൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾക്ക് വ്യക്തിത്വം വളരെ ആവശ്യമാണ്. എന്നാൽ ധ്യാനത്തിൽ നമ്മൾ ഞാൻ, എൻ്റെ, എന്നിൽ തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു: ഈ തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് പുറമേയുള്ളതാണ്.
ഇതെല്ലാം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. പ്രകൃതിയുള്ള മറ്റുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ ഇവയെല്ലാം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. നമ്മൾ ധ്യാനത്തിൽ പുരോഗമിക്കുന്ന സമയത്ത് നമ്മളെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ തലങ്ങൾ നമ്മൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഓർമ്മകൾ, ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ ഇവയാണ് താൻ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ സ്വയം ഈ കാര്യങ്ങൾ കാണും. ഈ തരത്തിലുള്ള ഓർമ്മകൾ, ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ ഒന്നും നമ്മളല്ല, നമ്മളുടേതല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അനുഭവങ്ങളെ വീണ്ടും നോക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്ന അനുഭവം, എൻ്റെ എന്ന അനുഭവം, എന്നിൽ എന്ന അനുഭവം, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അതിൽ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ഇതെല്ലാം അറിയുന്നത് എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾക്ക് വളരെയധികം അറിവും അതേപോലെ തന്നെ സുഖവും ഉണരുന്നു. എന്തെന്നാൽ നമ്മുടെ ഓർമ്മകൾ, ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്നും ഞാനല്ല, നമ്മളുടേതല്ല, തൻ്റേതല്ല. അവയെല്ലാം അനുഭവങ്ങളുടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ്. നമ്മൾ എന്താണെന്ന് അറിയുന്നതല്ല കാര്യം. നോയിങ് വാട്ട് വി ആർ ഈസ് നോട്ട് ദ പോയിൻറ്റ്. ബുദ്ധൻ ബോധോദയത്തിന് ശേഷം 45 വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ എന്താണ് എന്ന് ബുദ്ധൻ ഒരിക്കലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹം വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിന്തകൾ, നമ്മുടെ ശരീരം, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ നേട്ടങ്ങൾ, നമ്മളുടെ കോട്ടങ്ങൾ, നമ്മളുടെ പ്രശ്നം, ഇതൊന്നും നമ്മളുടേതല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയാ തന്നെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണരാവുന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുദ്ധൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് തെറ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ അറിയുന്നതിന് മുൻപ് നമ്മൾ എന്തല്ല എന്നതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ സത്യം വളരെ വ്യക്തമായിട്ട് തീരുന്നു. ഏതൊരു സമയത്ത് നമ്മൾ എന്താണെന്ന് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മളുടെ ആത്മാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത്, അതിനെപ്പറ്റി സങ്കല്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. എന്തെന്നാൽ ഇത് നമ്മൾ 3 ഡയമെൻഷനുള്ള ചായയെ 2 ഡയമെൻഷനുള്ള ഒരു ചായക്കപ്പിൻ്റെ ചിത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെയാണ്. ആ ചായ ഒഴിക്കുന്ന സത്യം ഒരിക്കലും ആ ചിത്രത്തിൽ ഉൾക്കൊള്ളുകയില്ല. അതിനേക്കാളും നല്ല ചിത്രം വരച്ചു കഴിഞ്ഞാലും ഈ കാര്യം നടക്കില്ല. നമ്മളാൽ നിർദ്ദേശിക്കപ്പെട്ടുള്ള ആ ജോലി ഇതുകൊണ്ട് ഒരിക്കലും നടക്കുകയില്ല. നമ്മൾ എന്താണ്, നമ്മൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾക്ക് ലഭിക്കാതാകുന്ന സമയത്ത് നമ്മുടെ സാധാരണമായിട്ടുള്ള മനസ്സിന് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. പലരും ബുദ്ധനോട് ശരിയായിട്ടുള്ള നേരായിട്ടുള്ള ഉത്തരം തരാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. എന്നാൽ ബുദ്ധൻ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എന്തല്ലയോ അതിനെ ഉപേക്ഷിക്കാനാണ് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവോടുകൂടി പ്രകൃതിയുടെ മൂലതത്വം നമ്മൾക്ക് മനസ്സിലാകുന്നു. നമ്മളെക്കുറിച്ച് മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ കാര്യത്തിൻ്റെയും സത്യം നമ്മൾക്ക് വെളിപ്പെടുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമാകും: നമ്മുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകളാൽ നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. ഇതോടുകൂടി നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി: നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകൾക്കും യാതൊരു കഴമ്പുമില്ല, മറിച്ച് സത്യം അതിൽ നിന്ന് വളരെ ദൂരെയാണ്. യൂസിങ് ദ കൺസെപ്ച്വൽ മൈൻഡ് ഇൻ മെഡിറ്റേഷൻ. ധ്യാനത്തിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ 3-4 റേഡിയോ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതെല്ലാം പലതരം സ്റ്റേഷനിൽ നിന്നുള്ളതായിരിക്കും.
അപ്പോൾ നമ്മൾക്ക് തോന്നാവുന്നതാണ്, ഈ ചിന്തകൾ തന്നെ നിന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരിക്കുന്നു. ഈ റേഡിയോയുടെ എല്ലാ സ്റ്റേഷനുകളും ഓഫായി കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അപ്പോൾ നമ്മൾക്ക് വളരെ ശാന്തി കിട്ടും എന്ന് നമ്മൾക്ക് തോന്നുന്നു. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ചിന്തകളെയും തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ധ്യാനത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അത് നമ്മളുടെ ചിന്തകളെ ഒരു തലം വരെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഒരു പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അത് സഹായിക്കുന്നു. ആ സമയത്ത് നമ്മൾക്കുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അന്വേഷണാത്മകമായിട്ടുള്ള ചിന്തകൾ അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് തീരാവുന്നതാണ്. ചില നല്ല രീതിയിലുള്ള ചിന്തകൾ നമ്മളെ ഒരുപാട് ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാം. ധ്യാനത്തിലാണെങ്കിൽ പോലും ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പലതരം ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാം. നമ്മൾക്ക് ധ്യാനത്തിൽ ചിന്തകളെ ഉപയോഗിക്കാനും സാധിക്കും. ഉദാഹരണമായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നേടുന്നില്ല, അപ്പോൾ നമ്മൾ ദുഃഖിതരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അറിവ് നമ്മുടെ ദുഃഖത്തെ ലഘൂകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. എന്തെന്നാൽ എന്ത് നമ്മൾക്ക് കിട്ടുന്നില്ലയോ അതിൻ്റെ ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു. ചിന്തകളുടെ പ്രകൃതം, ദ നേച്ചർ ഓഫ് കണ്ടംപ്ലേഷൻ. സാധാരണയായിട്ട് നമ്മൾ അറിവിനെ കുറിച്ചിട്ട് ആലോചിക്കാറുണ്ട്, അഭിപ്രായങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, വിശകലനം ചെയ്യുന്ന ചിന്തകൾ നമ്മൾക്ക് ഉണ്ടാകാറുണ്ട്. അതിൽ നമ്മൾ വളരെ പ്രാവീണ്യമുള്ളവരും ആണ്. ഈ സന്ദർഭത്തിൽ സങ്കല്പം എന്നത് ചിന്താശക്തി കൊണ്ട് മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതല്ല. നമ്മളുടെ തർക്കത്തിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതല്ല. അതിന് പകരമായിട്ട് നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന സമയത്ത്, നേരെയായിരിക്കുന്ന സമയത്ത്, നമ്മുടെ ശ്രദ്ധയുടെ ഗുണം കൊണ്ട് എന്തെന്ന് ഉയരുന്നുവോ അത് ആകാശത്തിലാണ്, തുറന്ന കാര്യമാണ്, സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് ഒരു പ്രത്യേക വസ്തുവിലല്ല, ഉദാഹരണമായിട്ട് ശ്വാസത്തിലല്ല. അതിന് പകരമായിട്ട് പ്രകൃതിയാൽ തന്നെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ സംവേദനകൾ ഉണരുന്നു. ആ തുറന്ന ആ അറിവിൽ നമ്മൾക്ക് ആ കാര്യങ്ങളെ നമ്മൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ഈ രീതിയിൽ അന്വേഷിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ മരിക്കും എന്നതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഭയം ഉണരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെയധികം ഉത്തേജനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നു എന്ന് നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ നേരത്തെ 2 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിനെ നേരെയാക്കുന്നു. അതുമൂലം നമ്മൾക്ക് തുറന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മനസ്സിൻ്റെ ആകാശമാണ്. ആ ആകാശത്ത് ഒരു ചിന്ത പ്രകൃതിയാ തന്നെ ഉദിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു ചിന്ത അതിൽ ഇടുന്നു. ഉദാഹരണത്തിന്, നമ്മൾ മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നു തുടങ്ങിയ ചിന്ത. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള സ്വന്തം ആ ജ്ഞാനത്താൽ ആ ഫലഭൂയിഷ്ടമായിട്ടുള്ള ആകാശത്തിൽ ആ ചിന്തകളുടെ വിത്ത് ഇടുന്നു. എന്നിട്ട് തുറന്ന ആകാശത്തിൻ്റെ ഗുണത്തിലുള്ള ആ എക്സ്പീരിയൻസിൽ ആ അനുഭവത്തിൻ്റെ പ്രകൃതം നമ്മൾ വീക്ഷിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണമായിട്ട്, നമുക്ക് മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് സുഖം തോന്നുന്നത്, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്നതിനെപ്പറ്റി നമ്മൾക്ക് വീക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ആ മനസ്സിൻ്റെ കുളത്തിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ ഇടുന്നു. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ഉത്തരമാണ് വരുന്നത് എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു. ഇത് ചിന്തിച്ചുകൊണ്ട് ഒരു ഉത്തരം കണ്ടെത്തുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രക്രിയ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ ഈ രീതിയിൽ സങ്കല്പിക്കാൻ തുടങ്ങുന്ന സമയത്ത്
ആ ചിന്തകൾ അല്ലെങ്കിൽ പ്രക്രിയകൾ അവ ഒരു ക്ഷണത്തിലേക്ക് രൂപം കൊള്ളുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സങ്കല്പിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളുടെയും പ്രകൃതം നമ്മൾക്ക് വ്യക്തമാകുന്നു. എന്തെന്നാൽ പ്രകൃതം തന്നെയാണ് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ഉള്ളത്. ബുദ്ധിസ്റ്റിൻ്റെ ഭാഷയിൽ അതിനെ ധർമ്മം എന്ന് വിളിക്കുന്നു. നമ്മളുടെ മൂലപ്രകൃതം എന്നു പറയുന്നത് ധർമ്മമാണ്, സത്യമാണ്. അത് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ നമ്മൾക്ക് സങ്കല്പം കൊണ്ട് എല്ലാ ജീവിതത്തിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രഹസ്യങ്ങൾ അന്വേഷിക്കുക. മനുഷ്യരായതിനാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഈ ബന്ധം ഒരു രഹസ്യമാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉയരാവുന്നതാണ്. നമ്മൾക്കതിന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളുടെ ചിന്തകൾ, സങ്കല്പം കൊണ്ട് നമ്മൾ ആ രഹസ്യത്തെ, ആ അറിവില്ലായ്മയെ നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസത്താൽ അതിന് ഉത്തരം കൊടുക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരമായിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ അതിന് കൊടുക്കാൻ തുടങ്ങുന്നു. നമ്മളുടെ വ്യക്തിത്വം അറിയാത്തതിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഭയമുണ്ടാകുന്നു, അസ്വസ്ഥതയുണ്ടാകുന്നു, പേടിയുണ്ടാകുന്നു. അപ്പോൾ വിശ്വാസം, അഭിപ്രായം, അറിവ് ഇവ കൊണ്ട് നമ്മൾ അതിനെ മൂടാൻ ശ്രമിക്കുന്നു. അതുമൂലം നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സങ്കല്പത്തിലൂടെ നമ്മളുടെ ഹൃദയം കുറച്ചുകൂടി ശാന്തമായിരിക്കുകയാണ്. കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു. ആ ചോദ്യങ്ങൾ രഹസ്യമയമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അതിനാൽ നമ്മൾ ആ ചോദ്യങ്ങൾ ഉപേക്ഷിക്കുന്നു. നമ്മൾ ആ ചോദ്യങ്ങളെ ഹൃദയം കൊണ്ടാണ് സമീപിക്കുന്നത്, നമ്മളുടെ വ്യക്തിത്വം കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനസ്സുകൊണ്ടല്ല ആ ചോദ്യത്തെ സമീപിക്കുന്നത്. നമ്മൾക്ക് അറിയുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ ഹൃദയം വളരെയധികം ശാന്തമാണ്. നമ്മൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് നമ്മുടെ അറിവില്ലായ്മയെ നമ്മൾ അനുഭവിക്കുന്നത്. സാധാരണ ചിന്തിക്കുന്ന മനസ്സും സങ്കല്പിക്കുന്ന മനസ്സും അല്ലെങ്കിൽ പ്രജ്ഞയുള്ള മനസ്സും രണ്ടും തമ്മിലുള്ള മൂല വ്യത്യാസം ഇതാണ് ചിന്തിക്കലിലും അറിവിലും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ തരത്തിലുള്ള അറിവിനെ എന്തിനെപ്പറ്റി എങ്കിലും ഉള്ള അറിവായിട്ട് കാര്യങ്ങളെ സംഗ്രഹിക്കല്ല ഇതിൻ്റെ ജോലി. അറിവിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അറിവിനെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയുന്നതാണ്. എന്നാൽ മറ്റേ രീതിയുടെ ജോലി എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ആ ജ്ഞാനത്തിൽ നമ്മുടെ ഹൃദയത്തെ പ്രതിഷ്ഠിക്കലാണ്. അറിവിൻ്റെ ജ്ഞാനത്തിൽ ഹൃദയത്തെ പ്രതിഷ്ഠിക്കലാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള പ്രജ്ഞയാണ്. നമ്മളെന്തെന്ന് അറിയാൻ അത് സഹായിക്കുന്നു. ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലോകവുമായിട്ട് അത് സമരസപ്പെട്ടിരിക്കുന്നു. ഒരു ക്ഷണത്തിൽ ആണെങ്കിൽ കൂടി ഇത് അത്ര എളുപ്പമുള്ള അഭ്യാസമല്ല. എന്നാൽ ഈ അറിവ് ഒരു ക്ഷണത്തിലുള്ള ജ്ഞാനമായിട്ട് ഒരു പക്ഷേ ഉയരാവുന്നതാണ്. ഒരു പക്ഷേ അരക്ഷണമോ അതിൽ കമ്മിയായിട്ടുള്ളോ ഉള്ള അറിവായിട്ട് ഇത് സംഭവിക്കാവുന്നതാണ്. നമ്മളുടെ കൈവിരലുകൾ ഞൊടിക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ അറിവിനെ അറിയാവുന്നതാണ്. ഇതാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ആ അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വികാരങ്ങൾ ഇവ എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ ഇതൊന്നും നമ്മളുടേതല്ല. ഇവയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ബുദ്ധൻ്റെ ലോകത്ത് നമ്മുടെ പ്രവൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. നമ്മൾ ഗുണം തരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഫലം എന്ന് പറയുന്നത് ഗുണകരമായിരിക്കും. ഇതാണ് കർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഏഷ്യയിലാണ് ബുദ്ധൻ ജീവിച്ചതും പഠിപ്പിച്ചതും. ആ ഏഷ്യക്കാർ ദാനം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഭിക്ഷുക്കൾക്ക് ദാനം കൊടുക്കാറുണ്ട്. നല്ല കർമ്മങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് ഇത്. അതിനാൽ സാധാരണ ഗൃഹസ്ഥന്മാർക്ക് ബുദ്ധിസ്റ്റിൽ ചെയ്യാവുന്ന വളരെ വലിയ ഒരു കാര്യമാണ് ഇത്.
അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള മൈത്രി നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഈ മൈത്രി അല്ലെങ്കിൽ മെത്ത എന്ന് പറയുന്നത് നല്ല കർമ്മങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അഭ്യാസമാണ്. ബുദ്ധൻ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് നമ്മൾ ദാനം കൊടുക്കുന്ന സമയത്ത് അത് വളരെ നല്ല ഒരു കാര്യമാണ്. ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്ക് ദാനം കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബോധോദയം നേടുന്ന ബുദ്ധന് നമ്മൾ ദാനം കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇതൊന്നും തന്നെ മൈത്രിയുടെ അത്ര തന്നെ ഗുണമുള്ളതല്ല. ഇതിനേക്കാളും കൂടുതൽ ഗുണം ഒരു പശുവിനെ കറക്കുന്ന അത്ര സമയം വരെ നമ്മളുടെ മനസ്സിൽ മൈത്രി ധ്യാനം ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഏകദേശം 20 മിനിറ്റ് നമ്മൾ മൈത്രി ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ അത് ബുദ്ധന് കൊടുക്കുന്ന ഭക്ഷണത്തേക്കാൾ വളരെയധികം പുണ്യം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ബുദ്ധൻ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ അറിവ് നമ്മൾ ഒരു കൈഞ്ഞൊടിക്കുന്ന സമയമെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനേക്കാളും വളരെ വലിയ പുണ്യകർമ്മമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് കൈ നൊടിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥ വിപശ്യന ധ്യാനം ചെയ്യുകയാണെങ്കിൽ മൈത്രിയേക്കാൾ കൂടുതൽ പുണ്യമാണ് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ശരിയായ പ്രകൃതത്തെ നമ്മൾ കൈ നൊടിക്കുന്ന ഒരു ക്ഷണമെങ്കിലും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുണ്യകർമ്മം എന്ന് പറയുന്നത് വളരെ വലിയ സാധനങ്ങളെ കൊണ്ടുള്ള ദാനത്തേക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. വിപശ്യന ഇൻസൈറ്റ് പ്രാക്ടീസ്, വിപശ്യന അന്തർജ്ഞാന അഭ്യാസം. ബുദ്ധൻ സംസാരിച്ചിരുന്ന പാലി ഭാഷയിൽ ഈ അഭ്യാസത്തെ വിപശ്യന എന്നാണ് വിളിച്ചത്. വിപശ്യന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അന്തർജ്ഞാനം എന്നാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ എന്നാണ് അർത്ഥം. പസ്സതി എന്ന് പറയുന്ന ക്രിയയുടെ അർത്ഥം എന്ന് പറയുന്നത് കാണുക. ഉള്ളിൽ കാണലാണ് വിപശ്യന. വിപശ്യന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നോക്കുക എന്നുള്ള കാര്യം മാത്രമല്ല. വിപശ്യന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റം, ഉള്ളിലുണ്ടാകുന്ന ആ ആകാശം, ആ വിശാലത, ഈ അന്തർജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇനി വരുന്ന ധ്യാന നിർദ്ദേശത്തിൽ ഇതിനെ കുറച്ചധികം ആഴത്തിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കും.